നമസ്കാരം, പൊട്ടക്കണ്ണാണേ. നമുക്ക് നമ്മളുടെ ഗോവിന്ദൻ മാമയെ ഒന്നുകൂടെ കേട്ടേ പറ്റൂ. ഇന്നിപ്പോൾ ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയമായതുകൊണ്ട് ഗോവിന്ദൻ മാമ പലതും പഴയത് മാറ്റിപ്പറയും. അതുപോലൊരു മാറ്റിപ്പറച്ചിൽ തന്നെയാണ് നമ്മളിവിടെ കേൾക്കാൻ പോകുന്നത്. ഹിന്ദുക്കൾ കാത് കൂർപ്പിച്ച് ഇരിക്കുക. ഈ കൂർത്തിരുന്നാലും നിങ്ങളൊന്നും ഒരു കോപ്പും ചെയ്യില്ല എന്നറിയാം. എങ്കിൽ പോലും ഒന്ന് കേട്ടു, മനസ്സിനൊരു തണുപ്പ് വരട്ടെ. യെസ്, ഗണപതി മിത്തല്ലാതെ പിന്നെന്താ ശാസ്ത്ര? നിങ്ങൾക്കൊരു കോപ്പിന് ഒരു മടിയില്ല. തൂറിയത് നക്കാൻ പോലും നിങ്ങൾക്ക് മടിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. തൂറിയത് വാരി തിന്നുന്നത് ഇപ്പൊ കാണാം. അപ്പൊ മിത്തിനെ മിത്തായിട്ട് തന്നെ കണ്ടല്ലോ. ഇനി നമുക്ക് ആ മിത്ത് എങ്ങനെ മാറുന്നത് എന്ന് നോക്കാം. അത്രയ്ക്ക് ഉളുപ്പില്ലാതെ കള്ളം പറയുന്ന ഒരു സാധനമാണ് ഈ ഗോവിന്ദൻ മാമ. ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, വെറുതെ നിങ്ങൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും പറഞ്ഞിട്ടില്ല ഗണപതി മിത്താണ് എന്ന്. ആര് പറഞ്ഞെന്നാ പറഞ്ഞത്? ഗണപതി മിത്താണെന്ന് ആര് പറഞ്ഞെന്നാ പറഞ്ഞത്? ഗോവിന്ദൻ മാമ. അതായത് ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഇനി എടുത്ത് പരിശോധിച്ച് നോക്ക്. ഇവനെ പോലെയുള്ളവരെ മനസ്സിലാക്കാതെ ഇരിക്കുന്നതാണ് ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ഞാൻ ജാതി പറയുകയല്ല. ഹിന്ദു, ഇസായി, മുസ്ലിം എല്ലാവരും സഹോദരങ്ങളാണ്. ഒരേപോലെ ജീവിക്കേണ്ടവരാണ് കേരളത്തിൽ. പക്ഷെ ഇവന്മാരെ പോലെയുള്ളവരാണ് ഈ കുത്തിത്തിരിപ്പ് നടത്തുന്നത്. ഇവനൊക്കെ തൂറിയത് വാരി തിന്നത് ഇപ്പൊ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇലക്ഷൻ വരട്ടെ, നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കൊച്ചിൻ്റെ അപ്പി വരെ വാരി തിന്നും ഓരോ വോട്ടിന് വേണ്ടി. പോലെ പൊട്ടക്കണ്ണാണേ, സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്.